ഓക്കെ ഗൈസ്, നിങ്ങൾക്കറിയാലോ നമ്മുടെ സിറ്റിയിലെ ഒരു കാർ ഷോറൂമൊക്കെ ഉണ്ട്. ഇന്ന ഷോറൂമിലെ ഒരു പുതിയ കാറൊക്കെ വന്നേക്കാ. അത് പക്ഷെ സൂപ്പർ കാറാ, SUV സെഡാനൊന്നല്ല. അത് വേറെ ഏതൊരു ടൈപ്പ് കാറാ. അത് ഏതാ കാറെന്ന് എനിക്കറിയില്ല. എന്നിട്ടായാലും നമുക്ക് ചെന്ന് നോക്കി നോക്കാം. നമുക്ക് ആ ഷോറൂമിൽ പോയി നോക്കി നോക്കാം അത് ഏതാണോ കാറ്. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാ. നമുക്ക് അകത്തേക്ക് കയറാം. ഗൈസ്, ഇതുണ്ടില്ലേ, അവിടെ ഒരു കാറൊക്കെ ഉണ്ട്. ഈ ഒരു കാർ മാത്ര ഈ ഷോറൂമിലുള്ളോ? ഇതായിരിക്കും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത കാറ്. ഓ, ഇതൊരു പിക്കപ്പാണ് കേട്ടാ. ടൊയോട്ട ഹൈലക്സ് ആണോ? ഇത് ടൊയോട്ട ഹൈലക്സ് ഒന്നല്ല. ഇതാ മറ്റേ ഷെവർലെറ്റിന്റെ ഏതൊരു കാറാ. ഷെവർലെറ്റ് ഇന്ത്യയിലുണ്ടാ? അതൊക്കെ നിർത്തിപ്പോയെന്നാ തോന്നണേ. എന്തൊട്ടായാലും ഈ കാറ് കുഴപ്പമില്ലട്ടാ. ഇത് മിക്കവാറും വില ഇമ്പോർട്ട് ചെയ്ത കാറാന്ന് തോന്നുന്നുണ്ട്. കാരണം ഷെവർലെറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലേ. എന്താ ചെയ്യണ്ടേ? ഈ കാറ് പർച്ചേസ് ചെയ്യണ? ഈ കാറിപ്പോ വേറെ ആരുടെയും കയ്യിൽ ഉണ്ടാവില്ല. ഞാനായിരിക്കും അത് ആദ്യം മേടിക്കാൻ പോണേ. ഹലോ ചേട്ടാ, അതെ, എനിക്ക് ഈ കാറ് പർച്ചേസ് ചെയ്യണം. എത്ര അതിന്റെ റേറ്റ്? ഈ കാറിന് അധികം റേറ്റ് ഒന്നുമില്ല. ആകെ 1 കോടി മാത്രമേ ഉള്ളൂ. 1 കോടിയാ? ഈ ഒരു പിക്കപ്പിന് 1 കോടിയാ? ഇത് ഗോൾഡൻ കാറും കൂടിയല്ല. ഇതെങ്ങനെ 1 കോടിയാണ്? ഇതിന് വല്ല 50 ലക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ. കൂടിപ്പോയ 50 ലക്ഷം, അതിന്റെ മേലെ വരില്ല. ആ സാറേ, അത് ശരിയാ. അതിപ്പോ വേറെ വല്ല കൺട്രിയിലാണെങ്കിൽ 50 ലക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ പക്ഷെ അങ്ങനെയല്ല. സാറിനറിയാലോ, ഇന്ത്യയിൽ ടാക്സ് കൂടുതലാ. ഇത് പിന്നെ ഇമ്പോർട്ട് ചെയ്ത കാറാണ്. അപ്പോൾ ഇമ്പോർട്ട് ടാക്സ് ഒക്കെ ഉണ്ടാവും. ഇമ്പോർട്ട് ടാക്സ്, റോഡ് ടാക്സ്, സെസ്, അങ്ങനെ എല്ലാ ടാക്സും കൂടിയിട്ടാണ് 1 കോടി. അത് ശരി, അപ്പം അങ്ങനെയാണ് കാര്യങ്ങള്. എൻ്റെ കയ്യിൽ പക്ഷേ 1 കോടി ഇല്ല. ഇനിയിപ്പോൾ 1 കോടി എവിടെ നിന്ന് സെറ്റാക്ക? ഞാനിപ്പോൾ അത് ആലോചിക്കണേ. സാറിൻ്റെ കയ്യിൽ 1 കോടി ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട, 100 ഗോൾഡ് കോയിൻ തന്നാലും മതി. സാറിനറിയോ, അവിടെ ജുറാസിക് പാർക്കിലെ കുറേ തരികിട ചലഞ്ചൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് സോംബീസിനെ കൊല്ലാം, ഡൈനോസറിനൊക്കെ കൊല്ലാം, അങ്ങനത്തെ ഓരോ ചലഞ്ചൊക്കെ നടക്കുന്നുണ്ട്. ഇന്നും അവിടെ ഒരു ചലഞ്ച് നടക്കുന്നുണ്ട്. അത് ഡൈനോസറിനെ കൊല്ലണ ചലഞ്ചാ. ഓരോ ഡൈനോസറിനെ കൊല്ലുമ്പോഴും നമുക്ക് കാശ് കിട്ടും. 1 കോയിൻ വെച്ചിട്ട് കിട്ടും. സാറപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഒരു 100 ഡൈനോസറിനെ കൊല്ല്, അന്നേരം 100 കോയിൻ കിട്ടും. ആ 100 ഗോൾഡ് കോയിൻ എനിക്ക് തന്നാൽ മതി. അന്നേരം സാറിന് ഞാൻ ഈ കാറ് തരാം. ആണോ? എന്നാ ശരി, ഞാൻ നോക്കി നോക്കട്ടെ. അതെ, ആ കാറ് വേറെ ആർക്കും കൊടുക്കണ്ട. ഞാൻ ഇപ്പം തന്നെ വന്നിട്ട് ആ കാറ് പർച്ചേസ് ചെയ്യാം. ഗൈസ്, അതെ, ഇവിടെ ഇപ്പം എൻ്റെ കയ്യിൽ 1 കോടി ഇല്ല ചേട്ടാ. പക്ഷേ കാശുണ്ടാക്കാനായിട്ട് ഒരു വഴിയുണ്ട്. അയാൾ പറയണതേ ജുറാസിക് പാർക്കിൽ എന്തോ ചലഞ്ച് നടക്കുന്നുണ്ടെന്ന്. എന്തോ ഡൈനോസറിനെ കൊല്ലണ ചലഞ്ചാ. ഓരോ ഡൈനോസറിനെ കൊല്ലുമ്പോഴും നമുക്ക് കോയിൻ കിട്ടുമെന്ന്. 1 ഗോൾഡ് കോയിൻ വെച്ച് കിട്ടുമെന്ന്. അതേപോലെ 100 ഗോൾഡ് കോയിൻ കളക്ട് ചെയ്യാനാ പറയണേ. എന്നിട്ടായാലും നോക്കി നോക്കാം. നമുക്കിനി നേരെ ജുറാസിക് പാർക്കിൽ പോവാം. അവിടെയാണ് ചലഞ്ചൊക്കെ നടക്കണേ. 5 minutes later. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ ജുറാസിക് പാർക്കിൽ വന്നേക്കാ. ഇവിടെയാണ് ആ ചലഞ്ചൊക്കെ നടക്കണേ. ഇത് പിന്നെ കണ്ടില്ലേ, അവിടെ മുമ്പിൽ ഇഷ്ടം പോലെ ഡൈനോസർ ഉണ്ട്. എൻ്റെ കയ്യിൽ വെപ്പൺസും ഉണ്ട്. ഒരു പിസ്റ്റലും ഉണ്ട്, സ്നൈപ്പറും ഉണ്ട്. ഇത് പിന്നെ ചെറിയ ചെറിയ ഡൈനോസറാണ്. നമുക്കവരെ സുഖമായിട്ട് അലക്കാൻ പറ്റും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ സ്നൈപ്പർ വെച്ചിട്ടേ എല്ലാത്തിനും അലക്കാം. ഇതുണ്ടില്ലേ, ഡൈനോസറിനെ കൊല്ലുമ്പോൾ നമുക്ക് ഗോൾഡ് കോയിൻ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര ഡൈനോസർ ഉണ്ടായിരുന്നു? ഒരു 5 ഡൈനോസർ ഉണ്ടായിരുന്നു. 5 അലക്കിയപ്പോൾ നമുക്ക് 5 കോയിൻ കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് 100 കോയിൻ കളക്ട് ചെയ്യണം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു പുതിയ വെപ്പൺ അൺലോക്കായി. നമുക്ക് AK-47 കിട്ടിയേക്കാണ് കേട്ടാ. നമുക്ക് AK-47 വെച്ച് അലക്കാൻ പറ്റും. ഇത് പിന്നെ കണ്ടില്ലേ, മുമ്പിൽ വേറെ കുറേ ഡൈനോസർ സ്പോണായി. നമുക്ക് ഇവരെയും അലക്കാം. അല്ലെങ്കിലും സ്നൈപ്പറിന് നല്ലത്. സ്നൈപ്പറിന് നല്ല പവറാണ്. ഒരു വെടിക്കന് എല്ലാ ഡൈനോസറും ചാവുണ്ട്. എന്നിട്ടായാലും എല്ലാത്തിനും തീർത്തളയാം. ഒരൊറ്റടത്തിനെയും വെറുതെ വിടണ്ട. ചാവടങ്ങോട്ട് ചാവ്. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. മോഡൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ റൗണ്ട് 2 കഴിഞ്ഞേക്കാണ് കേട്ടാ. ഇവിടെയുള്ള എല്ലാ ഡൈനോസറിനെയും ഞാൻ കൊന്നു. നമുക്കിനി ഇവിടെയുള്ള കോയിനൊക്കെ കളക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ 10 കോയിനാണ് കളക്ട് ചെയ്തുള്ളൂ. ഇനിയും 90 കോയിന് നമ്മൾ കളക്ട് ചെയ്യണം.
എന്നാലേ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു മിനിറ്റ് ഗൈസ്, ഇത് നോക്കിയേ, ഇവിടെ വീണ്ടും ഒരു പുതിയ വെപ്പൺ അൺലോക്കായി. ഇത് പിന്നെ മിനി ഗണ്ണാണ്. മിനി ഗണ്ണും നൈസ് വെപ്പണാ. ഇതിന് ഭയങ്കര പവറാണ്. ഈ ഗണ്ണിൽ പിന്നെ അൺലിമിറ്റഡ് ബുള്ളറ്റാ. നമുക്കിങ്ങനെ വെച്ച് പിടിക്കാം. എത്ര ഡൈനോസറിനെ വേണമെങ്കിലും അലക്കാൻ പറ്റും. ചാവട അങ്ങോട്ട്. ഇവിടെ പിന്നെ ചെറിയ ചെറിയ ഡൈനോസർ മാത്രമേ ഉള്ളൂ. വലിയ ഡൈനോസർ ഒന്നും കാണാനില്ലട്ടാ. അല്ലെങ്കിലും വലിയ ഡൈനോസറിനെ അലക്കാൻ ഭയങ്കര പാടാ. ഇഷ്ടം പോലെ ബുള്ളറ്റ് വേണ്ടി വരും. പക്ഷെ ചെറുതിനെ അലക്കാനായിട്ട് അധികം ബുള്ളറ്റ് വേണ്ട. ഇതെന്താ അത്, ഡൈനോസറൊക്കെ കൂടി കൂടി വരണല്ലോ. കുറെ ഡൈനോസർ വന്നാലേ നമുക്ക് കുറെ കോയിൻസ് കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഈ ചലഞ്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടാ. ഞാനാണെങ്കിൽ 90 കോയിന് കളക്ട് ചെയ്തു. നമുക്കിനി ബാക്കി 10 കോയിനും കൂടി കളക്ട് ചെയ്യാം. ഈ ചലഞ്ച് ഇപ്പോൾ കഴിയാറായി. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഫൈനലി ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തുട്ടാ. എനിക്കങ്ങനെ 100 ഗോൾഡ് കോയിൻ കിട്ടിയേക്കാ. A few moments later. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാ. എൻ്റെ പുറത്ത് ഒരു ബാഗില്ലേ, ആ ബാഗിൽ നിറച്ച് ഗോൾഡ് കോയിനാ. നമുക്കിനി ഗോൾഡ് കോയിനൊക്കെ അയാൾക്ക് കൊടുക്കാം. ആ കാർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഹലോ ചേട്ടാ, അതെ, ഞാൻ ദേ ഗോൾഡ് കോയിനൊക്കെ കൊണ്ടുവന്നു. ഇനി എനിക്ക് ആ കാർ തന്നേക്ക്. നീയപ്പോ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താ? നീ ആള് കൊള്ളാലോ. എന്നാ ശരി, ഈ കാറ് നിനക്ക് തരാം. ഓക്കെ, നമ്മളങ്ങനെ അയാൾക്ക് ക്യാഷൊക്കെ കൊടുത്തേക്കാ. നമ്മളങ്ങനെ ഈ കാണുന്ന കാറ് പർച്ചേസ് ചെയ്തു. ഷെവർലെറ്റിൻ്റെ ഏതൊരു പിക്കപ്പാണ്. സംഭവം കുഴപ്പമില്ലേട്ടാ. ഇതൊരു പക്ക ഓഫ് റോഡ് കാറാണ്. നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ പോയാലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാം. എന്തൊട്ടായാലും ആ മറ്റേ ചലഞ്ച് ഇല്ലേ, അതും ഒരു തരികട ചലഞ്ച് ആയിരുന്നു കേട്ടാ. ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടെ. ആ ഡൈനോസറൊക്കെ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ പണിപ്പാളേ. എന്തൊട്ടായാലും റിസ്ക് എടുത്തത് നന്നായി. അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന കാറ് സ്വന്താക്കാൻ പറ്റി. എന്തൊട്ടായാലും ഇത് നൈസ് കാറാ. ഈ കാറും അത്യാവശ്യം സ്പീഡിലൊക്കെ പോവേ. പിന്നെ 4x4 ഉണ്ട്, നല്ലോണം ഓഫ് റോഡും പോവും. എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പോയിട്ട് ഓഫ് റോഡ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.